ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ US പഠനം ഇനി എളുപ്പമാകില്ല. കർശന നിയമങ്ങളും ഉയർന്ന വിസ നിരസിക്കലും വിദ്യാർത്ഥികളുടെ വിദേശ പഠന സ്വപ്നത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള ആദ്യ മാസമായ 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച US വിസകളിൽ 30% ഇടിവാണുണ്ടായത്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ അനുവദിച്ച വിസകളുടെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോഴാണ് ഈ വലിയ കുറവ് വ്യക്തമാകുന്നത്. മറ്റു രാജ്യങ്ങൾക്ക് US അനുവദിച്ച സ്റ്റുഡന്റ് വിസകളിൽ മൊത്തത്തിൽ 4.75% കുറവ് സംഭവിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ് ഇത്. ചൈന, വിയറ്റ്നാം, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിയ വിസകളിലെ കുറവിനേക്കാൾ ഗണ്യമായ വ്യത്യാസം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച സ്റ്റുഡന്റ് വിസകളിലെ ഇടിവിലുണ്ട്. അമേരിക്കയിൽ ഉടനീളമുള്ള ആയിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവരുടെ വിസകൾ മതിയായ അറിയിപ്പുകളില്ലാതെ റദ്ദാക്കുകയോ പിൻവലിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആശങ്കാജനകമായ സ്ഥിതിവിവര കണക്കുകൾ പുറത്തുവരുന്നത്. ഏകദേശം 170ഓളം US കോളേജുകളിലെ കുറഞ്ഞത് 1100 വിദ്യാർത്ഥികൾ ഇതിനോടകം ഈ നടപടികൾ മൂലം ദുരിതത്തിലായിട്ടുണ്ട്. വിസ റദ്ദാക്കിയ 327 വിദേശ വിദ്യാർത്ഥികളിൽ പാതി പേരും ഇന്ത്യക്കാരാണെന്നും റിപ്പോർട്ടുണ്ട്. US-ലെ കുടിയേറ്റക്കാർക്കുള്ള അഭിഭാഷക സംഘടനയായ അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ ആണ് ഇത് വെളിപ്പെടുത്തിയത്. സ്റ്റുഡൻസ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സംവിധാനത്തിൽ വിദ്യാർത്ഥി വിസ പദവി റദ്ദാക്കപ്പെട്ടവരുടെ വിവരങ്ങൾ അനുസരിച്ചാണ് ഈ കണക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. നിയമവിരുദ്ധ കുടിയേറ്റം തടയാനുള്ള നടപടി എന്നാരോപിച്ചാണ് നീക്കമെങ്കിലും കാരണം കാണിക്കാതെയാണ് പലരുടെയും വിസ റദ്ദാക്കിയിരിക്കുന്നത്. തങ്ങളെ നാടുകടത്തരുതെന്നാവശ്യപ്പെട്ട് ഇതിനോടകം വിദേശ വിദ്യാർത്ഥികളും അവകാശ സംഘടനകളും വിവിധ ഫെഡറൽ കോടതികളെ സമീപിച്ചിട്ടുണ്ട്. മസാച്യുസെറ്റ്സ്, മൊണ്ടാന, വാഷിംഗ്ടൺ DC തുടങ്ങിയ വിവിധ ഇടങ്ങളിലെ ജഡ്ജിമാർ വിദ്യാർത്ഥികളെ നാട് കടത്താനുള്ള നീക്കം തടയാനുള്ള അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂഹാംഷെയറിലെ റിവിയർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായ മണികാന്ത് പാസുല എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയും മിഷിഗണിലെ പൊതു സർവകലാശാലകളിലെ മറ്റു 4 വിദ്യാർത്ഥികളോടൊപ്പം നിയമ നടപടി സ്വീകരിച്ചവരിൽ ഉൾപ്പെടും. ഇന്ത്യൻ ഗവൺമെന്റ് വിഷയത്തിൽ തങ്ങളുടെ നിലപാട് മാറ്റിയിട്ടുണ്ട്. നേരത്തെ വിദ്യാർത്ഥികളോട് നിയമമനുസരിക്കാൻ ഉപദേശിച്ചിരുന്ന സർക്കാർ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ദുരിതത്തിലായ വിദ്യാർത്ഥികളോട് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ അമേരിക്ക ആകെ 6804 F1 വിസകളാണ് അനുവദിച്ചത്. ഇത് 2024 ഫെബ്രുവരിയിൽ അനുവദിച്ച 7143 വിസകളിൽ നിന്ന് 4.75% കുറവാണ്. ഇതേ കാലയളവിൽ ചൈനീസ് വിദ്യാർത്ഥികൾക്കുള്ള F1 വിസകളുടെ എണ്ണം 1179 നിന്ന് 1117 കുറഞ്ഞു, അതായത് 5.2% കുറവ്. ജാപ്പനീസ് വിദ്യാർത്ഥികൾക്ക് 500 നിന്ന് 452 9.6% കുറവാണിത്. വിയറ്റ്നാമീസ് വിദ്യാർത്ഥികൾക്ക് ഇത് 326 നിന്ന് 302 കുറഞ്ഞു, 7.4% കുറവ് ഇത് വരും. എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള F1 വിസകളുടെ എണ്ണം 590 നിന്ന് 411 കുറഞ്ഞു, 30% ഈ കുറവ് വരുന്നത്. വിദ്യാർത്ഥി വിസയ്ക്കായുള്ള കാത്തിരിപ്പ് സമയം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. ശരാശരി ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് US വിസ ലഭിക്കാൻ 58 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരുന്നു. അതേസമയം ടോക്കിയോയിലെ വിദ്യാർത്ഥികൾക്ക് വെറും 15 ദിവസവും ഹനോയിലെയും ബെയ്ജിങ്ങിലെയും വിദ്യാർത്ഥികൾക്ക് ശരാശരി 2 ദിവസവുമാണ് കാത്തിരിപ്പ് സമയം വേണ്ടിവരുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങൾ മൂലം വിദ്യാർത്ഥി വിസകളുടെ എണ്ണത്തിൽ മൊത്തത്തിലുണ്ടായ കുറവും ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഹാനികരമായി ബാധിച്ചതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ കാലങ്ങളായി ഇത്തരം ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. COVID-19 മഹാമാരിയുടെ സമയത്ത് അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷകളിൽ വലിയ ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ കോവിഡിന് ശേഷമുള്ള വർഷങ്ങളിൽ അപേക്ഷകരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. ഇത് പലരുടെയും അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. 2024 41% വിദ്യാർത്ഥി വിസ അപേക്ഷകളും നിരസിക്കപ്പെട്ടു. അതേസമയം മറ്റു വിസ അപേക്ഷകരിൽ 22.1% മാത്രമാണ് നിരസിക്കപ്പെട്ടത്. വാസ്തവത്തിൽ 2023-ലും 2024-ലും 500,000-ലധികം വിദ്യാർത്ഥികളുടെ വിസകൾ US നിരസിച്ചിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്.